നോമ്പിന്റെ 5-ാം ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. ദൈവം എത്രയോ കാരുണ്യവാനാണ്. അവിടുന്ന് ക്ഷമയുടെ കരകാണാ കടലാണ്. വിമർശിക്കപ്പെട്ടപ്പോഴും നിന്ദിക്കപ്പെട്ടപ്പോഴും ഈശോ തിരിച്ചൊന്നും പറഞ്ഞില്ല. പരിഹസിക്കപ്പെട്ടപ്പോഴും അവിടുന്ന് മൗനം പാലിച്ചു. തന്നെ ഉപദ്രവിച്ചവരോടെല്ലാം അവിടുന്ന് ക്ഷമിച്ചു. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്ഷമയുടെ ഈ മാതൃകയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കും നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാൻ കഴിയണം. നമ്മെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിശബ്ദത പാലിക്കാൻ സാധിക്കണം. നമ്മെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ എത്രയോ മനോഹരമായിരിക്കും. നമ്മെ വേദനിപ്പിക്കുന്നവരോടും കളിയാക്കുന്നവരോടുമൊക്കെ തിരിച്ചു പറയാനുള്ള പ്രവണതകൾ നമുക്കില്ലേ? അത് മാറ്റിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ചില പ്രത്യേകതകളിൽ നമ്മെ കളിയാക്കിയിട്ടുള്ളവരെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഇവരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആരോടാണ് വിഷമം തോന്നുന്നതെന്ന് കണ്ടുപിടിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാം. ക്ഷമാശീലനായ ഈശോയെ, ക്ഷമയുടെ കൃപ എനിക്ക് നൽകണമേ എന്ന് ഇന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.